പ്ലാസ്റ്റിക് ഉപയോഗം നിരുത്സാഹപ്പെടുത്തുന്നതിനു വേണ്ടി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് സെസ് കൊണ്ടുവരാൻ സർക്കാർ ഉദ്ദേശിക്കുന്നതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് കപ്പൂർ പഞ്ചായത്ത് പറക്കുളം വാർഡിലെ കുടുംബശ്രീ നിർമ്മിക്കുന്ന തുണിസഞ്ചി വിതരണവും വ്യാപാരികൾക്ക് ബിന്നുകളുടെ വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതിനും നിരുത്സാഹപ്പെടുത്തുന്നതിനും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് സെസ് കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. വ്യാപാര സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് ലഭിക്കണമെങ്കിൽ വേസ്റ്റ് ബിന്നുകൾ നിർബന്ധമായി സ്ഥാപിക്കണം. ഫെബ്രുവരി മുതൽ നിയമം കർശനമാക്കും. കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പറക്കുളം 2-ാം വാർഡിലെ കുടുംബശ്രീ നിർമ്മിക്കുന്ന തുണിസഞ്ചി വിതരണവും വ്യാപാരികൾക്ക് ബിന്നുകളുടെ വിതരണവും പറക്കുളം നെയ്യൂർ AJB സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി എം.ബി. രാജേഷ്. പ്ലാസ്റ്റിക് ഉപയോഗം പൂർണ്ണമായി നിരുത്സാഹപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്ലാസ്റ്റിക്കിന് സെസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരാൻ പോവാണ്. അപ്പോൾ ഇനി പ്ലാസ്റ്റിക് ഉപയോഗിക്കൂ എന്ന് വാശി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് കാശ് മുടക്കിയാലേ പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പറ്റൂ എന്നുള്ള സ്ഥിതി വരും. അപ്പോൾ പിന്നെ ആരും അതിന് മെനക്കെടില്ലല്ലോ. വെള്ളക്കുപ്പി ഇപ്പം വഴി നീളെ കാണാം, കുപ്പി വലിച്ചെറിഞ്ഞിട്ടുണ്ട്. പല ബോധവൽക്കരണവും നടത്തി നോക്കി, ഒരു മാറ്റവും കാണുന്നില്ല. പിന്നെ എന്തേ പറ്റൂ? ഇനി കുപ്പിക്ക് വാങ്ങാൻ പറ്റാത്തൊരു വില വന്നാൽ പിന്നെ വാങ്ങില്ല. ഇത് വളരെ ചുരുങ്ങിയ വിലയ്ക്ക് കിട്ടുന്നുണ്ടല്ലേ ഇത് കാണിക്കുന്നത്. അപ്പം അത്തരം നടപടികൾ ആലോചിക്കേണ്ട സ്ഥിതിയാണ്. കാരണം ബോധവൽക്കരണം കൊണ്ട് മാത്രം പ്രയോജനം ഉണ്ടാവുന്നില്ല. ഞാൻ കൂടുതൽ പറയുന്നില്ല. ബിന്നൊക്കെ ഇപ്പോൾ വ്യാപാരികൾക്ക് കൊടുക്കുന്നുണ്ട്, സ്പോൺസർ ചെയ്തതാണെന്ന് പറഞ്ഞു. അല്ലാതെ തന്നെ വെക്കാൻ വ്യാപാരികൾ ബാധ്യസ്ഥരാണ് കേട്ടോ. ലൈസൻസ് കിട്ടണമെങ്കിൽ കടയിലൊരു ബിന്ന് വെക്കണം. അപ്പം അത് ഈ ഫെബ്രുവരി മുതൽ കർശനമാക്കും. നിങ്ങൾക്ക് എന്തായാലും ഒരു സൗകര്യമായി. ഇനിയിപ്പോൾ ബിന്ന് സ്വന്തമായിട്ട് വാങ്ങേണ്ട കാര്യമില്ലല്ലോ, സ്പോൺസർ ചെയ്ത ബിന്ന് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മാലിന്യം കാണുന്നത് കടകളുടെ മുമ്പിലാണ്. എന്താ കാരണം? കടയിലുള്ള സാധനം മുഴുവൻ അടിച്ചു പുറത്തേക്കിടും. അതിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബിന്നു വെക്കണം എന്ന് നിർബന്ധിക്കുന്നത്. കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ അധ്യക്ഷനായി. ജനപ്രതിനിധികൾ, കുടുംബശ്രീ അംഗങ്ങൾ, വ്യാപാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. NCV ന്യൂസ്, തൃത്താല. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.